ഹലോ, ഞങ്ങൾ പദവിയില്ലാതെ ലുലുമാളിലൊന്ന് പോയിട്ടാ. പെട്ടെന്ന് തീരുമാനിച്ചാണ്. പെട്ടെന്നൊന്നല്ല, തെച്ചു എപ്പോഴും പറയാൻ കൊണ്ടുപോകുമ്പോ കുറെ ആയി ഞങ്ങൾ പോയിട്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളും തീരുമാനിച്ച് പോയിട്ടാ. പോയത് എന്താ ലക്കായി പോയി. അവിടെ ലുലുവിൻ്റെ ചോക്കോഡൈസ് എന്ന് പറഞ്ഞ ബിഗ് ചോക്കോഡൈസ് എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിട്ടാ. കുറേ ചോക്ലേറ്റ്സ്, എന്താ പറയാ, എത്രയും ചോക്ലേറ്റ് ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ അങ്ങനെയാണ്. തെച്ചു ഇതൊക്കെ സ്വർണ്ണം കണ്ടോലെ കണ്ട നോക്കി നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെടുക്കണം, ഏത് വാരണം എന്നുള്ള തീരുമാനത്തിലാണ് തെച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ആ ഗാലക്സിയുടെ ഒരു ചോക്ലേറ്റ് എടുത്തു, 2-3 ചോക്ലേറ്റ് എടുത്തു, ഒരു ബിസ്ക്കറ്റ് എടുത്തു. അങ്ങനെ കുറച്ച് ഐറ്റം എടുത്തത്. ഡാർക്ക് ഫാൻസിക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം പകുതി വരെ 50% ഓഫ്. ഡയറി മിൽക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് ഡയറി മിൽക്ക്, അതും ഞാൻ ഒരെണ്ണം എടുത്ത്. അങ്ങനെ കുറച്ച് 2-3 ഐറ്റം എടുത്ത് ഞങ്ങൾ എല്ലാം കഴിച്ചു വരണം. വെറൈറ്റി ചോക്ലേറ്റുകൾ തന്നെ. നമ്മൾ കഴിക്കാത്തതും ഉണ്ടാവും. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാത്തതുണ്ട്, കഴിച്ചതുണ്ട്. ഇങ്ങനെ 2-3 ഐറ്റം എടുത്ത് ഞങ്ങൾ ബില്ലൊക്കെ കഴിച്ചത് ഇങ്ങനെ നടന്നു. വെച്ചുവാണെങ്കിൽ ആ കവർ കയ്യിൽ നിന്ന് മാറ്റണ്ടായില്ല. എന്തോ നമ്മൾ എല്ലാവരും എടുക്കുമോ എന്നുള്ളൊരു പേടി അവർക്ക്. ചേട്ടന് പോലും കൊടുക്കണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മോളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് ആ ചോക്ലേറ്റ് നടക്കണ സ്ഥലം. പിന്നെ ഞാനും തെച്ചുകൊണ്ട് ഇങ്ങനെ ആടി കുഴഞ്ഞ് നടന്ന് പെട്ടെന്ന് സാരി ഓഫർ എടുത്തില്ല കേട്ടോ, ചീറ്റി പോയി, വാങ്ങി തന്നില്ല. പിന്നെ ഞങ്ങളെ കണ്ണിൽ പെട്ടാണ്ട് KFC 12 പീസ് 499 രൂപ. അതിങ്ങനെ ഞങ്ങൾ മനസ്സിൽ വെച്ച് പയ്യെ നടന്നു. അത് തിന്നാൻ എന്തായാലും ഇപ്പോൾ പറ്റൂല. ദച്ചുവിന് കളിക്കുന്ന സ്ഥലത്ത് കയറണം. അവിടെ കയറണമെങ്കിൽ ഒരു കാർഡ് വേണേ നമുക്ക്. പക്ഷെ ഞങ്ങൾ കാർഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അടുത്തവണ ഉമ്മേനെല്ലാം ഒരു കാർഡ് എടുക്കണം. അപ്പം ഇങ്ങനെ ചുമ്മാ എല്ലാ ടോയിലും അവൾ കയറിയിട്ട് എല്ലാത്തിലും അവൾ ഒന്നും വിട്ടില്ല. എല്ലാത്തിലും അവൾ കയറി ചുമ്മാ ജസ്റ്റ് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ച് അവൾക്ക് ഇഷ്ടമുള്ള എല്ലാത്തിലും അവൾ കയറി കളിച്ച് ഇരിക്കുമ്പോഴാണ് അവള് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കെട്ടിയനോടും പഞ്ചാരടിച്ച് എൻ്റെ സെൽഫി ഒക്കെ എടുക്കുമ്പോഴേ നടക്കണമാണ് ഈ കാണുന്നത്. പിന്നെ വിശപ്പിൻ്റെ വിളിയങ്ങൾ വന്നിട്ട് ഞങ്ങൾ KFC ആ ഓഫറും തപ്പി ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങളെല്ലാം ഓർഡറൊക്കെ ചെയ്ത് പിന്നെ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളായിട്ടാ. പിന്നെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 15 മിനിറ്റായിട്ട് അവർ സമയം പറഞ്ഞാൽ ഞാനും വെച്ചും വിശപ്പിൻ്റെ വിളിയും കാത്ത് ഞാൻ ഇരിക്കുകയാണ് ചെണ്ട കുട്ടിക്ക്. അത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിയുമ്പോൾ സാധനം റെഡിയായി. ഞാൻ പോയി എടുത്തു. എൻ്റെ പൊന്നോ നമ്പർ നഷ്ടമായിപ്പോയി. 12 പീസ് 499 രൂപ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 12 പീസ് നിങ്ങൾ നോക്കിയിട്ട് കാണാണ്ടായില്ല. അവരെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ 499 രൂപ. എന്നാലും കിട്ടിയത് ഞാൻ വലിച്ചു കുറച്ചൊക്കെ ഞാൻ തിന്നു. ഒരു ചേട്ടൻ നോക്കില്ലോ എന്നുണ്ട്. ഇവിടെ എന്താണ് ഈ തീറ്റയുടെ ഇടയ്ക്ക് വീഡിയോ പിടിക്കണേന്നാണ് ആ ചേട്ടൻ നോക്കില്ലോ. എന്താ ഞങ്ങൾക്ക് ഒന്നും ആയില്ല. ചേട്ടനും ഞാൻ ആ പാത്രം എന്താ അറിയാൻ കഴിക്കാത്ത ആൾക്കാരാണ്. ഇല്ല് മാത്രമുണ്ട്. ചേട്ടനും വിഷമം വേഗം തീർന്നല്ലോന്ന്. ആ ഒരു വിഷമത്തിൽ ഞങ്ങളിങ്ങനെ നടക്കുക. തെച്ചിത് ആ കവർ കഴിഞ്ഞെടുക്കില്ല. പിന്നെ ഞങ്ങൾ നോക്കി കഴിയുമ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അപ്പോഴത്തേക്കും കയറി കഴിഞ്ഞിട്ട് ഒന്നും പറയാനില്ല. വമ്പൻ ഓഫർ. എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നായി. ചിക്കനൊക്കെ കിടന്ന് ഉറങ്ങാണ്. എന്താ കോഴിയൊക്കെ ഉറങ്ങാണ്. ഫിഷ്, കേക്ക് എല്ലാം ഓഫർ കിട്ടണം. വമ്പൻ ഓഫറായിരുന്നു കേട്ടോ. ദച്ചിന് ഭയങ്കര ഇഷ്ടമാണ് പേസ്ട്രി ഒരു കപ്പ് കേക്ക് കൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വേഗം വിട്ടു. കാരണം എനിക്കത് ബില്ലടിനോടത്ത് നല്ല ക്യൂ ആണ്. പിന്നെ ഒരു ഐസ്ക്രീം കൂടി എടുത്തിട്ട് അത് പറയാൻ വിട്ടു. അതും എടുത്ത് ഞങ്ങൾ ബില്ലടിച്ചു. ലാസ്റ്റ് വേഗം പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കഴിയുമ്പോൾ തെച്ചി എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഐറ്റം എനിക്ക് വാങ്ങിച്ചു തരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് കൊതി പിടിച്ചൊരു സാധനമാണ് കേട്ടോ. ഞങ്ങൾ കിറ്റ്കാറ്റ് ഫേവറാണ് എടുത്തത്. ആ ചേട്ടൻ അവിടെ കൊട്ടും വേളൊക്കെ കുത്തി അതൊക്കെ കണ്ട് രസിച്ച് ഞങ്ങൾ ഐറ്റം എടുത്തു. നല്ല റേറ്റാണ് ഐറ്റത്തിന്. കാണാനും ലുക്കിൻ്റെ അതിനനുസരിച്ച് റേറ്റും ഉണ്ട്. ഒന്നും നോക്കിയില്ല. തെച്ചിനോട് വാക്ക് പറഞ്ഞു പോയില്ലേ. അത് തന്നെ ഐറ്റം ഞങ്ങൾ എന്തായാലും ഓർഡർ ചെയ്തു. അതിനുള്ള വെയിറ്റിങ്ങാണ്. ചേട്ടൻ നല്ല പണിയെടുത്തുണ്ട്. ഉരുട്ടി എന്തായാലും കപ്പയിലാക്കിയിട്ട് ഞങ്ങളത് കിട്ടാനുള്ള വെയിറ്റിങ്ങിലായി. പിന്നെ എന്താണോ ആ ചേട്ടൻ മുഖത്തിന് എത്ര തെളിച്ചില്ല എന്താണെന്ന് അറിയാൻ പാടില്ല കേട്ടാ. എന്നാലും ഞങ്ങൾ ഐറ്റം വാങ്ങി പയ്യെ നടന്നു. തെച്ചിനത് കൊടുത്തു. പെട്ടെന്ന് കഴിച്ചില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കഴിക്കാൻ എൻ്റെ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്ത് കഴിഞ്ഞൊരു സീനാണ് തന്നെ. പിന്നെ ഞങ്ങൾ ലുലുവിനോട് യാത്രയും പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി.